പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെയും 40 മാർക്ക് അക്കൗണ്ടൻസി പോർഷൻ്റെ ആണുള്ളത് അല്ലേ. 20 മാർക്കിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പോർഷൻസ് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പം അത് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു വായനയും അതുപോലെ തന്നെ ലാബ് എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റിയിട്ടുണ്ടാവണം. ഓക്കെ, ആ ലാബ് എക്സാമിന് അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഫുൾ മാർക്കും 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് തിയറി പോർഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ ആണ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ടൈപ്സ് ഓഫ് കോഡ്, ന്യൂമോണിക് കോഡ്, ബ്ലോക്ക് കോഡ്, സീക്വൻഷ്യൽ കോഡ്. അത് എന്താണെന്നുള്ളതിന് ചെറിയൊരു എക്സ്പ്ലനേഷനും പഠിച്ചു വയ്ക്കുക, അതോടൊപ്പം തന്നെ എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. എക്സാമ്പിളാണ് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് കോഡാന്നുള്ള രീതിയിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇനി ഇൻ കേസ് ഒരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്സ് ഓഫ് കോഡ്സ് ചോദിക്കാൻ സാധ്യത ഉള്ളതെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ എഴുതേണ്ടതായിട്ട് വരും. എക്സ്പ്ലനേഷനും എക്സാമ്പിളും എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ പഠിച്ചു വയ്ക്കാം. പിന്നെ രണ്ടാമത്തത് ലെഡ്ജർ ആൻഡ് ദ റെലവൻറ്റ് അക്കൗണ്ട് ഗ്രൂപ്പ്. ജിനു ഖാത്തയിലുള്ളതാണ്. ഓരോ ലെഡ്ജർ അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിലാണ് അത് വരിക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് സിൻടാക്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം, സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മുക്കാൽ ഭാഗം തന്നെ എന്താണ്, നമ്മൾ സ്പ്രെഡ്ഷീറ്റാണ് പഠിക്കുന്നത്. 2 ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. ആ സ്പ്രെഡ്ഷീറ്റിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ആ ഫംഗ്ഷൻസിനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ തന്നെ വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് വരച്ചിട്ട് അങ്ങനെ പഠിച്ചാൽ മതി. ഹെഡിങ് എന്ത് കൊടുക്കുക, സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് താഴെ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് ഓരോന്നായിട്ട് താഴേക്ക് ഓരോ ഏര മാർക്ക് കാണിച്ചിട്ട് ഒന്നാമത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, പിന്നെ ടെക്സ്റ്റ് ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, ദെൻ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ആ രീതിയിൽ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക. എന്നിട്ട് ആ ഓരോ ഫംഗ്ഷൻ്റെ അണ്ടറിൽ വരുന്ന സബ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അത് അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിന് ഓരോന്നിൻ്റെ നേരെ അതിൻ്റെ സിൻടാക്സുകൾ എഴുതിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് അങ്ങോട്ട് വരച്ച് വയ്ക്കുക. അത് പഠിക്കും. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാർക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എലമെൻറ്റ്സ് ഓഫ് ചാർട്ടിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ചാർട്ട് എലമെൻറ്റ്സുകൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ലെജൻഡ്, ഇതൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എലമെൻറ്റ്സുകൾ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു 6 എണ്ണം വേണ്ട, 4 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഓക്കെ, കഴിഞ്ഞ മോഡൽ എക്സാമിന് നമുക്കറിയാം ഏത് എലമെൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എന്താണ്, ആ എലമെൻ്റ് ഓരോന്നും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്, എന്താണത് മീൻ ചെയ്യണത്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തത് അഞ്ചാമത്തത് പിവോട്ട് ടേബിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതും പഠിച്ചു വയ്ക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ലാബ് എക്സാമിന് നോക്കിയിട്ടുള്ളതാണ് പിവോട്ട് ടേബിളൊക്കെ. പിന്നെ പറയുന്നത് സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ജിനു ഖാത്തയിൽ സിസ്റ്റം എന്താണ് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന കുറച്ച് ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വയ്ക്കാം. പിന്നെ ഡിസ്പ്ലേ കറണ്ട് ഡേറ്റ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. മറ്റേ ടുഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, ടുഡേ ഫംഗ്ഷൻ, ഡേറ്റ് ഫംഗ്ഷൻസ് അത് നോക്കുക കേട്ടോ. പിന്നെ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ലാബ് എക്സാമിന് നോക്കിയിട്ടുള്ളതായിരിക്കും. ജിനു ഖാത്തയിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ടേബിള്, കൊറി, അതുപോലെ ഫോംസ്. ലിബർ ഓഫീസ് ബേസിൽ ടേബിള്, കൊറി, ഫോംസ്, ഈ 3 എണ്ണത്തിൻ്റെയും മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കണം. ഒക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നോട്ട് എഴുതാൻ മോഡൽ എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അത് റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം പബ്ലിക് എക്സാമിന് ചോദിക്കാം. പിന്നെ AISൻ്റെ സബ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് അത് പഠിക്കുക, ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. പേരുള്ള കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. BPD, HR, PF, TDS അതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുക. പേരോൾ എന്താണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ, ഒരു സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ ജിനു ഖാത്ത എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പിന്നെ കൗണ്ട് എ, കൗണ്ട് എഫ്, കോൺകേറ്റ്നേറ്റ്, അതിൻ്റെയൊക്കെ യൂസസ്. സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ് ഫ്ലോ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാഫ് ആൻഡ് ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജസ്, ടൈപ്സ് ഓഫ് ചാർട്ട് ഏതൊക്കെയാണ്, പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ ജിനു ഖാത്തയിലെ വൗച്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ
ആ വൗച്ചേഴ്സ് അതിൻ്റെ യൂസസ് എന്താണ്, ഫങ്ഷൻ കീ എന്താണ്, അത് ഒരു ബോക്സ് ആയിട്ട് ഒരു ടേബിൾ വരച്ചിട്ട് തന്നെ നിങ്ങളത് പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഏത് വൗച്ചർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് അക്കൗണ്ട്സ് ആണ് അതിന് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അത് നോക്കുക. പിന്നെ അതിൻ്റെ ഫങ്ഷൻ കീ ഏതാണ്, വൗച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻ കീ ഏതാണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ ഡാറ്റ ടൈപ്സ്, വാല്യൂ, ലേബൽസ് ആൻഡ് ഫോർമുല. ഓക്കെ, ഇവിടെ ഫോർമുലയും ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് CISൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ സ്പ്രെഡ്ഷീറ്റിലെ റൗണ്ട് ഫംഗ്ഷനും പിന്നെ സ്പ്രെഡ്ഷീറ്റിലെ എറേഴ്സ് എന്തൊക്കെയാണ്, അത് ഇതുവരെ ചോദിച്ചിട്ടില്ല, പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എറേഴ്സ് ഇൻ സ്പ്രെഡ്ഷീറ്റ്, CISൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ ജിനോക്കാത്തിൽ എങ്ങനെയാണ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ് ജിനോക്കാത്തിൽ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ ജിനോക്കാത്ത് നമ്മൾ ലാബ് എക്സാമിന് ചെയ്തത് ഓർമ്മ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് അവിടെ എഴുതി വെച്ചത് അതങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. അത് തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നന്നായി നോക്കുക കേട്ടോ. ഇതിന് പുറമേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനിൽ നമുക്കത് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.